എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അമീറുൽ മുഅ്മിനീൻ? അലി റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദ്യം. തന്റെ ഭരണകാലത്ത് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ഏറെ പ്രിയപ്പെട്ട പടയങ്കി നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു അവിശ്വാസിയായ വ്യക്തി കൂഫയിലെ ഒരു അങ്ങാടിയിൽ ആ പടയങ്കി വിൽപ്പനയ്ക്ക് വെച്ചത് കണ്ട അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഇത് തന്റേതാണെന്നും ഒരു രാത്രി നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും അവകാശപ്പെട്ടു. എന്നാൽ തിരിച്ചു കൊടുക്കാൻ വിസമ്മതിച്ച അവിശ്വാസി വിഷയം ഖാലിക്ക് സമക്ഷം അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖാലി ഷുറൈഹിനെ സമീപിക്കുകയാണ്. ഷുറൈഹ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അമീറുൽ മുഅ്മിനീൻ? അദ്ദേഹം പറഞ്ഞു, ഒരു രാത്രി എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പരിച അദ്ദേഹത്തിൻ്റെതായി മാറിയത് എങ്ങനെ? എന്നാൽ ഖാലി ഷുറൈഹിനോട് അവിശ്വാസി ഇത് തന്റേതാണെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു. ഷുറൈഹ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ വിശ്വസ്തനാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ നിഷേധിക്കുന്നവൻ സത്യം ചെയ്യുകയും വാദിക്കുന്നവർ തെളിവ് അവതരിപ്പിക്കുകയും ചെയ്യണം എന്നാണല്ലോ നിയമം. ഈ അങ്കി താങ്കളുടേതാണ് എന്നതിൽ താങ്കളുടെ പക്കൽ വല്ല തെളിവുമുണ്ടോ? അലി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, എൻ്റെ 2 മക്കളായ ഹസൻ, ഹുസൈൻ എന്നിവർ എനിക്ക് വേണ്ടി സാക്ഷി പറയും. ഉടനെ വന്നു ഷുറൈഹിന്റെ പ്രതികരണം, പിതാവിന് വേണ്ടി മക്കൾക്ക് സാക്ഷി നിൽക്കാൻ കഴിയില്ലല്ലോ. അതോടെ അങ്കി തന്റേതാണ് എന്ന് സത്യം ചെയ്യാൻ ആ മനുഷ്യനോട് ഷുറൈഹ് ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്ത് അത് അയാൾ സ്വന്തമാക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ നീതിബോധത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം വീട്ടിലേക്കുള്ള വഴിയിൽ നിന്ന് തിരിച്ചു വന്ന് അങ്കി തിരിച്ചേൽപ്പിക്കുകയും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അമീറുൽ മുഅ്മിനീൻ വിശ്വസ്തനാണ് എന്ന് ഖാലി ഷുറൈഹിന് വ്യക്തമായി അറിയാമായിരുന്നു. ഹസൻ, ഹുസൈൻ ഒരിക്കലും കളവിന് കൂട്ടുനിൽക്കില്ല എന്നും ഉറപ്പായിരുന്നു. എന്നിട്ടും നിയമവ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അദ്ദേഹം മുതിർന്നില്ല എന്നതാണ് വാസ്തവം. ഉത്തരവാദിത്വവും ബാധ്യതയും നിറവേറ്റാൻ ഏൽപ്പിക്കപ്പെട്ടവർ അവരുടെ ഉദ്യമത്തിൽ പരിപൂർണത കാണിക്കട്ടെ. നാം എല്ലാവരും ഉത്തരവാദിത്തങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരാണ്. അള്ളാഹു നിരന്തരം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. നാളെ ഉത്തരവാദിത്തങ്ങൾ വിനയാകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് സദാ ജാഗരൂകരാകണം.